എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. KSU പ്രവർത്തകൻ ഇജിലാലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കേസിൽ ഇയാൾ 8ാം പ്രതിയാണ്. വിനീത വിജി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. വിനീത, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ഈ മഹാരാജാസ് കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരാളുടെ അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സെൻട്രൽ പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. KSU പ്രവർത്തകനായ ഇജിലാലിന്റെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ഈ കേസിലെ 8ാം പ്രതിയാണ് ഇജിലാൽ. ഇയാൾ കണ്ണൂർ സ്വദേശിയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് കൂടുതൽ പേരിലെ അറസ്റ്റ് ചെയ്യാനും കൂടുതൽ പേർക്കെതിരെ നടപടിയെടുക്കാനും സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സംഘർഷത്തെ തുടർന്ന് മഹാരാജാസ് കോളേജ് ഇപ്പോഴും അടച്ചു തന്നെയാണ് കിടക്കുന്നത്. 15 പേർക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസെടുത്തു. ഈ കേസെടുത്തവരൊക്കെ തന്നെ KSU അതോടൊപ്പം തന്നെ ഫ്രട്ടേണിറ്റി സംഘടനകളുടെയൊക്കെ സജീവ പ്രവർത്തകരെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. 3ാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥി അബ്ദുൾ മാലിക്കാണ് ഈ കേസിലെ 1ാം പ്രതി. ഒപ്പം തന്നെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മറ്റ് 2 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ ചികിത്സ കഴിഞ്ഞ് ഇവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയാൽ ഉടൻ തന്നെ ഇവർ അറസ്റ്റിലേക്കടക്കം പോലീസ് കടന്നേക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സംഘർഷ സാധ്യതയും മറ്റും കണക്കാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ അവധി നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും സംഘർഷ സാധ്യതയും മറ്റും കണക്കിലെടുത്തുകൊണ്ട് ഒരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ മറ്റും ഭാഗമായി പോലീസ് ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഇങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങളും കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അക്രമി സംഘത്തിൽ ക്യാമ്പസിന് പുറത്തു നിന്നിട്ടുള്ള ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളിലേക്ക്, ഈ ഗുണ്ടാ സംഘങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ആളുകളിലേക്കൊക്കെ അന്വേഷണം നീളുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഈ യൂണിറ്റ് സെക്രട്ടറി, SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനാണ് ഇന്നലെ കുത്തേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് അറിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. കൂടുതൽ പേരുടെ അറസ്റ്റ് അടക്കം ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു വിനീത വിജി.